പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ജീവിതത്തിൻ്റെ വിവിധ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ്, അതുമല്ലെങ്കിൽ വിവിധ ദുരന്തമുഖങ്ങളെ അതിജീവിക്കുവാനാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ദൈവ കൃപയെ നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പ്രത്യേകമായി ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ധ്യാനത്തിലുടനീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വചനം കേൾക്കുവാൻ ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഈശോയെ, വചനം ശ്രവിക്കുവാൻ ഞങ്ങളുടെ അന്തരംഗങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്ത് ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ഓരോ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 2020 മുതൽ ഓൺലൈനായി വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി എത്രയും വേഗം ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഏതെല്ലാം ജീവിത നിയോഗങ്ങളുമായിട്ടാണ് ഈ നിമിഷം നമ്മൾ ഈ അൾത്താരയിൽ കടന്നു വന്നിരിക്കുന്നത്, ആ ജീവിത നിയോഗങ്ങളെയെല്ലാം ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിക്കാം. അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിക്കുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി ഈ ധ്യാനത്തിലുടനീളം നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ വന്ന് നമ്മളിൽ നിറയാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ജീവിത മേഖലകളെയും ഈ ആരാധനയിലൂടെ പ്രത്യേകമായി വെളിപ്പെട്ട് കിട്ടുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിച്ച് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രഭാത സമയം നിന്റെ ശക്തി ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിനൊപ്പം പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിലേക്ക് ആത്മാവിന്റെ ശക്തി അയച്ചതുപോലെ ഞങ്ങളിലേക്കും മഹത്വം ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ കൃപകൾക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നുമേ വേണ്ട യേശുവേ, നിന്റെ ഹിതത്തിൻ നടുവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. സാക്ഷികളായി ജീവിക്കാനുള്ള വലിയ കൃപ തരണമേ. ഹല്ലേലൂയ. കൈകൾ വീശി പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, ആത്മാവാൽ വഴി നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം. ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങയെ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങയെ ആരാധിക്കുന്നു. മാളികയിൽ ഈയായി ഒരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ ആരാധിക്കുന്നു. മാളികയിൽ ഈയായി ഒരു അപ്പസ്തോലൻ പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങയെ ആരാധിക്കുന്നു. ഉച്ചത്തിൽ പാടാം. അപ്പസ്തോലൻ വിശ്വാസത്താൽ അങ്ങയെ ആരാധിക്കുന്നു. മാളികമുറിയിൽ ഈയായി ഒരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ ആരാധിക്കുന്നു. മാളികമുറിയിൽ ഈയായി ഒരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ ആരാധിക്കുന്നു. നിറയണമേ നിന്നുള്ളിൽ ഒഴുകണമേ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നിന്നുള്ളിൽ ഒഴുകണമേ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടലോലം രണ്ടായി മാറ്റിയൊരു അഭിഷേകം കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടലോലം രണ്ടായി മാറ്റിയൊരു അഭിഷേകം കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധങ്ങൾ വീശി ചേർന്ന് പരിശുദ്ധാത്മാവേ, 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 ഉച്ചത്തിൽ പാടാം. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ആരോഗ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോർദാൻ നദി വാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിലൊരു പരിശുദ്ധാത്മാവേ. ജോർദാൻ നദി വാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിലൊരു പരിശുദ്ധാത്മാവേ. ജോർദാൻ നദി വാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിലൊരു പരിശുദ്ധാത്മാവേ.
അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവേ സാത്താന്റെ പ്രലോഭനത്തിൽ പതറാതെ അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവേ 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 കൈകൾ വീശി പരിശുദ്ധാത്മാവേ 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 ഉച്ചത്തിൽ പാടാം പരിശുദ്ധാത്മാവേ 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 സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനത്തിൽ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള സ്റ്റോളിൽ മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.
പ്രത്യാശയുടെ മഹാജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ സന്നിധാനത്തെ അഭിവന്യ ആലപ്പുഴ രൂപത അധ്യക്ഷൻ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുവാനുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി ഉയർത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള കുമ്പസാര ശുശ്രൂഷ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള സഹോദരങ്ങൾക്ക് മിനിമം 3 ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ തുടങ്ങാവുന്നതാണ്. കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ മധ്യസ്ഥ പ്രാർത്ഥനയാണ് അഖണ്ഡ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത്. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം പറയാത്ത സഹോദരങ്ങൾ എത്രയും വേഗം വന്ന് സാക്ഷ്യം പറഞ്ഞ് അത് ദൈവമഹത്വ രൂപാന്തരീകരണമായും നിങ്ങളുടെ തന്നെ സാക്ഷ്യത്തിൻ്റെ സ്ഥിരീകരണവുമാക്കി മാറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പ്രാർത്ഥന കൗൺസിലിങ്ങിനും കൈവയ്പ് ശുശ്രൂഷയ്ക്കുമായിട്ട് കാണാൻ ആഗ്രഹിച്ച് കടന്നു വരുന്ന സഹോദരങ്ങൾ അച്ഛൻ ആ ദിവസം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുവാൻ 9447285400 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറഞ്ഞിട്ടുള്ള ഒരു നിബന്ധനയാണ് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ 11:30 മണിയോടുകൂടി നിങ്ങൾക്കത് കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ FRVP ജോസഫ് കൃപാസനത്തിലൂടെയും ഒപ്പം തന്നെ ഫേസ്ബുക്ക് പേജായ FRVP ജോസഫ് കൃപാസനത്തിലൂടെയും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഷക്കീന ടെലിവിഷനിലൂടെയും നിങ്ങൾക്ക് തത്സമയം പങ്കെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയെല്ലാം ആ ധ്യാനം ഷെയർ ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് ദൈവപിതാവ് വെളിപ്പെടുത്തി കൊടുത്ത സമയത്ത് അച്ഛന് പ്രത്യേകമായിട്ട് ദൈവം കൊടുത്ത ഒരു നോട്ട് എന്നത് ഡോക്യുമെൻറ്റ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്കറിയാവുന്ന പോലെ രാവിലെ 5:30 മണിക്കാണ് അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പോകാൻ പോകുന്ന എല്ലാ മേഖലകളിലെയും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഡോക്യുമെൻസും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വാർഷിക ദിവസമാണ്. അന്ന് ഒരു പുതിയ കാര്യം കൃപാസനത്തിൽ ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും മാതാവിനെ തിരുസ്വരൂപം വണങ്ങിയും തൊട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി അൾത്താര തുറന്നു കൊടുക്കുന്ന സമയമാണ്. രാവിലെ 5 മണി മുതൽ തുറക്കും. അപ്പോൾ ഉടമ്പടി എടുക്കാത്തവർക്കും അന്ന് അൾത്താരയിൽ കയറി മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കാൻ കഴിയും. ഉടമ്പടി എടുത്തവർക്ക് ഉടമ്പടി എടുക്കണ സമയത്തല്ലേ മാതാവിന് അൾത്താരയിൽ കയറാൻ പറ്റുന്നുള്ള ആൾക്കാർക്ക്. ഡിസംബർ 7-ാം തീയതി രാത്രി 9 മണി വരെ രാവിലെ 5 മണി മുതൽ അന്ന് ഉടമ്പടി ഇല്ല കേട്ടോ, ഓർത്തേക്കാം. ഡിസംബർ 7-ാം തീയതി നമുക്ക് പുതിയ ഉടമ്പടി എടുക്കുകയോ ഉടമ്പടി പുതുക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഉച്ചയ്ക്ക് ആരാധന ഉണ്ടാകും. ആ 2:30 മണിക്ക് രാവിലെ കുർബാന ഉണ്ടാകും. ബാക്കി എല്ലാ സമയങ്ങളിലും ചിട്ടയായി നിന്നുകൊണ്ട് മാതാവിനെ വണങ്ങി പ്രാർത്ഥിച്ചു പോകാനുള്ള ആൾക്കാരെ കയറി മാതാവിനെ വണങ്ങി പ്രാർത്ഥിച്ചു പോകാനുള്ള അവസരം ഉണ്ടായിരിക്കും. കാര്യം ഇത് പറയാൻ കാര്യം, ഒത്തിരി പേര് പലപ്പോഴായിട്ട് ഞങ്ങൾക്ക് ആൾക്കാരെ കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാ ദിവസവും നമുക്കിവിടെ ഉടമ്പടി ഉള്ളത് കാരണം ഉടമ്പടിക്കാരും പിന്നെ ഉടമ്പടി അല്ലാത്തവരും തമ്മിലേക്ക് ഇവിടെ ഭയങ്കര മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആൾത്താര അടച്ചു വെച്ചിരിക്കുന്നത്. ഉടമ്പടിക്കാർ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഡിസംബർ 7-ാം തീയതിയാണ് എല്ലാവർക്കും അടുത്ത് വന്ന് മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ചീട്ടുംപടിയായിരിക്കും ചെയ്യണത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ ഒരു ഉദ്ദേശം നമ്മുടെ താൽക്കാലികമായ ഒരു ജീവിത പ്രശ്നം പെട്ടെന്ന് പരിഹരിച്ച് കിട്ടുക മാത്രമാണെങ്കിൽ കുറച്ച് താമസം വരും. അങ്ങനെ ഒരു ടെമ്പററി റിലേഷൻ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉടമ്പടിയുടെ ഉദ്ദേശം നമ്മുടെ ഇപ്പോഴത്തെ ജീവിത പ്രശ്നത്തിന് ഒരു പരിഹാരം പെട്ടെന്ന് കാണുക. അങ്ങനെയല്ല ആൾക്കാർ സാക്ഷ്യം പറയുന്നത്, അതിൽ തെറ്റൊന്നുമില്ല, അത് നടക്കും. പക്ഷെ അതല്ല, അങ്ങനെ ഒരു ജീവിത പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കുക മാത്രമാണ് ഉടമ്പടി എടുക്കുന്നവരുടെ ഉദ്ദേശമെങ്കിൽ ഉടമ്പടി ശരിക്കും താമസിക്കും, ഒരു സംശയമില്ല. ചില ആൾക്കാരുടെ ഉടമ്പടിയെങ്കിലും വളരെ താമസിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ താമസിക്കുന്നുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെടും, അത്രയും താമസിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ആദ്യമേ വന്നിരിക്കുന്ന ഒരു ചെറിയ, അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല, അവർക്ക് അറിയത്തില്ല കാര്യം. അതുകൊണ്ടാണ് ആ വിഷയം, ഇപ്പോൾ വസ്തു വിൽക്കുക, അല്ലെങ്കിൽ മകളുടെ കല്യാണം നടക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ വിസ പുതുക്കുക, ചിലർക്ക് അതുമാത്രമായിരിക്കും ഉടമ്പടിയുടെ ഉദ്ദേശം. അപ്പോൾ ശരിക്കും താമസിക്കും. അത് മാത്രമാണെങ്കിൽ നിങ്ങളെ ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല. കാരണം നാട്ടിൽ പ്രാർത്ഥിച്ചാലും മതി. കാര്യം അത് താമസിക്കും. എന്താ വിഷയം എന്ന് പറഞ്ഞത്, ഉടമ്പടിയിൽ നമ്മൾ ആരോടാണ് ഉടമ്പടി ചെയ്യണതെന്ന് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. ആരോടാണ് ഉടമ്പടി ചെയ്യണത്? ഈശോയോടല്ല ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ട് തന്നെയുള്ളൊരു കുഴപ്പം, ഈശോയോട് നമുക്കൊരു ടെമ്പററി റിലേഷൻസ് സാധ്യമല്ല. അതാണ് കുഴപ്പം. അത് മനസ്സിലായ? ഒരു താൽക്കാലിക ബന്ധം ഈശോയുമായിട്ട് സാധ്യമല്ല. അതിൻ്റെ കാരണം, എല്ലാ വചനത്തിനും രണ്ട് ബോഡിയുണ്ട്. എല്ലാ വചനങ്ങൾക്കും രണ്ട് ശരീരമുണ്ട്, രണ്ട് ജ്ഞാനമാർഗങ്ങളുണ്ട് എല്ലാ വചനങ്ങൾക്കും. ഒന്ന് അതിൻ്റെ ഇമ്മീഡിയറ്റ്, പിന്നെ അതിൻ്റെ ലാറ്ററൽ പാർട്ടും. എന്നുവെച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു അറിവിൻ്റെ തലമുണ്ട്, അല്പം കഴിഞ്ഞ് മനസ്സിലാകുന്ന ഒരു ജ്ഞാനത്തിൻ്റെ തലമുണ്ട്. വചനത്തിന് രണ്ട് അറിവിൻ്റെ ആസ്വാദന അനുഭവ തലങ്ങളുണ്ട്. വചനത്തിന് രണ്ട് അനുഭവ തലങ്ങളുണ്ട്. ഒരു തലം നമുക്ക് പെട്ടെന്ന് അറ്റ് എ ഗ്ലാൻസ് മുഖതാവിൽ പെട്ടെന്ന് മനസ്സിലാകുന്നൊരർത്ഥമുണ്ട്. അതാണ് അറിവിൻ്റെ തലം. കുറച്ച് കഴിഞ്ഞ് മനസ്സിലാകുന്ന ഒരർത്ഥമുണ്ട്, അതാണ് ജ്ഞാനത്തിൻ്റെ തലം. ഈടുറ്റ വചന ഉപാസകരെ ജ്ഞാനതലത്തിന് കൂടി പ്രാധാന്യം കൊടുക്കും. അല്ലാതെ കാര്യമാത്ര പ്രസക്തർ ഇപ്പോഴുള്ള വിഷയത്തിനെ പ്രാധാന്യം കൊടുക്കത്തുള്ളൂ. ഇപ്പം ഈശോ പറഞ്ഞിട്ടില്ല, ഒരു വചനം പറഞ്ഞത്, ഞാൻ ഈ ചെയ്ത എന്താണെന്ന് ഇപ്പം മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാവും. അപ്പം മനസ്സിലാക്കേണ്ട രണ്ട് തലമുണ്ട്. ഇപ്പം മനസ്സിലാക്കണ കാര്യമുണ്ട്, പിന്നീട് മനസ്സിലാക്കണ കാര്യമുണ്ട്. അപ്പോൾ ഈ പിന്നീട് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ഈ ആൾ ക്രിസ്തു ജ്ഞാന ഉപാസകയായി ഇങ്ങനെ ക്രിസ്തുവിനെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കണം.
അല്ലാതെ ഓൾറെഡി സഡൻ ഒരു ജോലിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കവന്നടിച്ച് വീണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയെന്നും പറഞ്ഞ് അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പോകുന്നവരില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ നിങ്ങൾ സമയം കൊടുക്കണ്ടേ? ഇതാണ് വിഷയം. ദൈവത്തിന് നിങ്ങളെ ഒന്ന് വിശ്വസിക്കാൻ ദൈവത്തിന് നിങ്ങൾ സമയം കൊടുക്കണം. നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം അല്ലെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാര്യം ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ നിങ്ങൾ ദൈവത്തിന് സമയം കൊടുക്കണം. അതിനെന്ത് ചെയ്യും? അതിൻ്റെ ലാറ്റർ പാർട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാകുന്ന എന്ന് ഈശോ പറയുമ്പോൾ ഒരു കണ്ടിന്യൂ റിലേഷനാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു താൽക്കാലിക വീടില്ല, ജോലിയില്ല, വിവാഹമില്ല എന്നും പറഞ്ഞതുള്ള താൽക്കാലിക റിലേഷൻസ് ഈശോയുമായിട്ട് സാധ്യമല്ല. അത് ആണ് എൻ്റെ ഒരു ഗുഡൻസ്. നിങ്ങളൊരു കണ്ടിന്യൂ റിലേഷനെയാണ് ഈശോയുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ചില നിലപാടുകൾ എടുക്കണം. എന്താണ്? ഞാൻ ഈ പറയുന്ന വിഷയം എനിക്ക് തന്നെ ഗുണമോ എനിക്ക് തന്നെ ദോഷമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഒന്നറിയാം, ഞാൻ ഈ വിഷയം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ തന്നെ നിൽക്കും. അതാണ് നമുക്കെടുക്കാവുന്നൊരു നിലപാട്. മനസ്സിലായില്ലേ? അത് ബുദ്ധിപൂർവമായൊരു നിലപാടാണ്. കാര്യം കർത്താവുമായിട്ട് നമുക്കൊരു ടെമ്പററി റിലേഷൻസ് സാധ്യമല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ വിഷയം കിട്ടിയാലും എൻ്റെ ജപ്തി നടപടി ആണിപ്പോൾ എനിക്കുള്ളത്, അത് മാറിയാലും മാറിയില്ലേലും ഞാൻ നിന്നെ തന്നെ സേവിച്ച് നിൻ്റെ കൂടെ തന്നെ നിൽക്കും എന്ന് ഇപ്പം അച്ഛൻ പറഞ്ഞത് കൊണ്ടല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങളതൊരു തീരുമാനമായിട്ട് എടുക്കണം മനസ്സിൽ. അതിന് എന്താണ് അടിസ്ഥാനമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ജനകോടികളുടെ യേശു അനുഭവം തന്നെയാണ്. ഈശോനെ അനുഭവിച്ചിട്ടുള്ളവർ അങ്ങോട്ടങ്ങോട്ട് ചെല്ലുന്തോറും കുറച്ചുകൂടി റിലേഷൻസ് മധുരതരമാകാൻ സാധ്യതയുണ്ട്. നിങ്ങളെ പെട്ടെന്ന് കിട്ടുന്ന വിഷയത്തിൽ ആസ്പദമാക്കിയിട്ട് ഇനി വേറെ ഒരു ജ്ഞാനം പറഞ്ഞു തരാനുള്ളത്, ഇപ്പം നിങ്ങൾ എടിപിടി എന്നും പറഞ്ഞൊരു വിഷയത്തിന് കർത്താവിൻ്റെ അടുത്ത് തിരുസന്നിധി വന്നു, ചിലപ്പോൾ അപ്പം തന്നെ അതിന് മറുപടി ഉണ്ടാവും. അത് അത്ര നല്ല കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ അപ്പം തന്നെ മറുപടി ഉണ്ടാകണത്. അതിൻ്റെ അപ്പം തന്നെ മറുപടി ഉണ്ടാകുന്ന ഒരു കാര്യം, ദൈവം നിന്നെ വിശ്വസിക്കണില്ല എന്ന് കൂടി അതിന് അർത്ഥമുണ്ട്. കാര്യം എന്താണ്? നിനക്ക് നിൻ്റെ ഈ വിഷയത്തിന് ഇപ്പം സമാധാനം തന്നില്ലെങ്കിൽ നീ 4 കാലം വീണ് ഓടുവെന്നും അടുത്ത ആഴ്ച നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാഞ്ഞു പോകുമെന്നും ദൈവത്തിന് അറിയാം. അപ്പം അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ചില സമയത്ത് ഒറ്റയടിക്ക് കർത്താവ് പടപടാന്ന് 1-2 അനുഗ്രഹങ്ങൾ അങ്ങോട്ട് തരും. പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ചിലർക്ക് ദൈവം നേരത്തെ ഇപ്പോൾ ഓളോടെ ഇവിടെ വരുന്നവരെല്ലാം ഫ്രഷ് ഹാൻഡ്സ് അല്ലല്ലോ. നേരത്തെ ദൈവമായിട്ട് കുറച്ച് അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണെങ്കിൽ, നേരത്തെ കർത്താവുമായിട്ട് കുറച്ച് അനുഭവ സമ്പത്തുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉടമ്പടി ഉടനടി പരിഹാരമാണ്, അതിന് മാറ്റമൊന്നുമില്ല. അത് നമ്മളെല്ലാ ദിവസവും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും എല്ലാവർക്കും ആ തൊപ്പി ചേരത്തില്ല. നേരത്തെ കർത്താവുമായിട്ടൊക്കെ കുറച്ച് ബന്ധവും അടുപ്പവും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു അനുഭവം നോക്കേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ കർത്താവ് നീ നിൽക്ക്, നിന്നെ എനിക്കറിയാം, എനിക്ക് നിന്നെ അറിയാം, നിനക്ക് എന്നെ അറിയാം, നീ നിൽക്കെന്ന് പറയും. അപ്പോൾ ഒരു അനുഗ്രഹം ബ്ലോക്ക് ചെയ്യുകയോ താമസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ നിൽക്ക് എന്നതിൻ്റെ അർത്ഥം എനിക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഈ ക്യാഷ് ആൻഡ് കൈൻഡിൻ്റെ മെറ്റീരിയൽ ബെനിഫിറ്റ്സിൻ്റെ അപ്പുറത്ത് നമ്മൾ തമ്മിലൊരു മെറ്റഫോറിക്കൽ ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ട്. ഒരു വസ്തു വിഷയാതീതമായ ഒരു ആധ്യാത്മികതയുണ്ട്. വിഷയം താമസിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് വിഷയാതീതമായ ഒരു ആധ്യാത്മികതയിലേക്ക് കർത്താവ് അത് അംഗീകരിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അർത്ഥം. അത് വളരെ നിസ്സാര കാര്യമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അലക്സച്ചനില്ലേ, അലക്സച്ചൻ്റെ പള്ളിയിലെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം നടന്ന്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞ് ധ്യാനം കഴിയുമ്പോൾ ഒരു സമാപന സന്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ അച്ഛൻ്റെ പള്ളിയിൽ സന്ധ്യയ്ക്ക് 7 മണിക്ക് പോയി. അപ്പം സമാപന സന്ദേശം വേണമെങ്കിൽ എനിക്കൊരു 1000 സമാപന സന്ദേശം കൊടുക്കാൻ പറ്റും. എൻ്റെ ജോലി തന്നെ ഇതാണല്ല, എത്രയോ വർഷമായി. പക്ഷെ ഞാനത് അതിൻ്റെ അകത്തൊരു സത്യസന്ധത ഇല്ലായ്മ കാരണം സമാപന സന്ദേശം ആരാ കൊടുക്കേണ്ടത്? ഒരു ധ്യാനം പൂർണ്ണമായിട്ട് തീരുകയാണ്. അപ്പം എൻ്റെ സമാപന സന്ദേശം കൊടുക്കാൻ എന്നോട് പറഞ്ഞതാണ്. അപ്പം ഞാൻ അവിടെ പോയി ഒരു 3/4 മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിച്ച്, അച്ഛൻ്റെ പള്ളിയിൽ പോയി ആ ധ്യാനത്തിൻ്റെ പുറകെ സങ്കീർത്തി പോയിരുന്നുണ്ട് 3/4 മണിക്കൂർ പ്രാർത്ഥിച്ച്. സമാപന സന്ദേശം ആരാ കൊടുക്കേണ്ടത്? അത് കർത്താവല്ലേ കൊടുക്കേണ്ടത്? അതാണ് വിഷയം. സമാപന സന്ദേശം ആരാ കൊടുക്കേണ്ടത്? കർത്താവ് കൊടുക്കേണ്ടത്. അപ്പം അതെനിക്കറിയാം. എനിക്ക് വേണമെങ്കിൽ ഒരു 1000 സന്ദേശം എൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ. അപ്പം അത് ഞാനായിരിക്കും കൊടുക്കുന്നത്. അവിടെ കർത്താവിന് ചെയറില്ല. അതാണ് ഈ ഞായറാഴ്ച പള്ളിപ്രസംഗങ്ങൾക്കുണ്ടാകുന്ന ഒരു അപായം. അതാണ് അവർ എന്തെങ്കിലും പുസ്തകങ്ങൾ നോക്കിയിട്ട് ഒരു പോയിൻറ്റ്സ് കണ്ടുപിടിച്ചിട്ട് 2 പോയിൻറ്റ്സ്. യൂറോപ്യൻ സഭ ഇരുന്ന് പോയതിൻ്റെ കാരണം സായിപ്പിൻ്റെ പോയിൻറ്റ്സാണ്. സായിപ്പ് എല്ലാം പോയിൻറ്റ്സായിട്ടല്ലേ പറയത്തുള്ളൂ. 1 2 3 4 എന്നൊക്കെ പറയും. അത് എന്തെങ്കിലും പുസ്തകമോ കമൻട്രി നോക്കിയിട്ട് പുള്ളിക്കാരൻ പറയണതാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് രക്തവും മാംസവും ഇല്ലല്ല. അത് ഉണങ്ങിയ ഈ ഇപ്പം നമ്മൾ യൂറോപ്പിലൊക്കെ ധ്യാനത്തിന് പോകുമ്പോൾ അവർ ഞാൻ കഴിക്കത്തില്ല, എനിക്ക് കഴിക്കാൻ പാടില്ലാത്ത കൊണ്ടാണ്. പക്ഷെ അവർ തരുന്നത് എന്താണ്? ഉണങ്ങിയ ഇറച്ചി തരും അവർ. അത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവരുണ്ട്. ഇതുപോലെ വചനത്തിലും ഉണങ്ങിയ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നതല്ലേ, ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ ഡ്രൈ ആയിട്ടുള്ള മീറ്റുണ്ട്. ഇതുപോലെ തന്നെയുണ്ട് പച്ച മാംസമുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ സമാപന സന്ദേശത്തിൽ നമുക്ക് വേണ്ട ഒരു ഡ്രൈ നേരത്തെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം അത് 1 2 3 പോയിൻറ്റ്സ് കൊടുക്കുമ്പോൾ ഓക്കെയാവും. 2 പൈങ്കിളി കഥയും കൂടി പറയുമ്പോൾ ആൾക്കാർ ഓക്കെയാവും. പക്ഷെ ദൈവം ഓക്കെ ആകത്തില്ല. അതാണ് പ്രശ്നം. ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റും, 2 കൈയടുപ്പിച്ച് ചിരിപ്പിച്ചൊക്കെ പോകാം, 2 കോമഡിയൊക്കെ അടിച്ച് ചെയ്യുമ്പോൾ ആൾക്കാർ ഓക്കെയാവും. പക്ഷെ ദൈവം ഓക്കെ ആകത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ 3/4 മണിക്കൂർ അവിടെ ഇരുന്ന് പറഞ്ഞ്, എൻ്റെ കർത്താവേ, ജനങ്ങൾ ഇവിടെ നീയാണ് സംസാരിക്കേണ്ടത്, ഞാനല്ലല്ലോ സംസാരിക്കേണ്ടത്. വാട്ട് ഐ ആം ടു സ്പീക്ക്, ഞാൻ എന്താണ് സംസാരിക്കേണ്ടത്? ഞാൻ സംസാരിക്കാനല്ല വിഷയം, നീ അല്ലേ ഇവിടെ സംസാരിക്കേണ്ടത്. അപ്പം നീ സംസാരിക്കണം, എന്നിട്ട് നീ പറയണത് ഞാൻ അവരോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു വിശ്വാസപ്രമാണം ചെയ്തതിന് ശേഷം കർത്താവ് എന്താണ് സമാപനത്തിൽ അവരോട് സംസാരിക്കാൻ ഉദ്ദേശിക്കണമെന്ന് നോക്കിയിട്ട് ഞാൻ വചനം തുറന്നു. വചനം തുറക്കുമ്പോൾ എനിക്ക് കിട്ടിയ വചനം 12 ലൂക്കയുടെ സുവിശേഷമാണ്, 19-ാം അധ്യായമാണ്, 48-ാമത്തെ തിരുവചനം. ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നീട് എനിക്ക് വല്ലാത്ത മനസ്സിലാക്കലായിപ്പോയി. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്ക 19:48. ലൂക്ക 19:48. എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. അപ്പം അതാണ് ആ പോപ്പുലർ മിഷൻ ധ്യാനം കഴിഞ്ഞപ്പോൾ അവിടെ ജനങ്ങളുടെ ഹൃദയത്തിൽ സംഭവിച്ച കാര്യം എന്താണ്? ജനങ്ങളെല്ലാം കർത്താവിൻ്റെ വചനങ്ങളിൽ മുഴുകി കർത്താവിനെ വിട്ടുപോകാതെ നിൽക്കുകയാണ്. മനസ്സുകൊണ്ട് കർത്താവിനോട് പറയും, കർത്താവേ ഞങ്ങളെ വിട്ടുപോകല്ലേ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എന്താ മെച്ചമുണ്ടായത്? അതിൻ്റെ ആദ്യത്തെ വാക്കാണ് പ്രാർത്ഥന. ഈശോനെ പിടിക്കാൻ വേണ്ടി വിട്ട ആൾക്കാരുണ്ടല്ലോ, തിന്മയുടെ ശക്തി, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വാക്കൊന്നൊരു വായിച്ചേ. എന്നാൽ അവർക്ക് തിന്മയുടെ ശക്തികളാണ്, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. അപ്പൊ ഈശോ എന്ന് പറഞ്ഞ ഇതാണ്, ജനങ്ങൾ ഇപ്പോൾ ഓക്കെയാണ്,
അവർ അഭിഷേകത്തിലാണ്, കർത്താവിൻ്റെ വാക്കുകൾ മുഴുകി നിൽക്കുകയാണ്. ഇനി ഈ അരൂപി നിലനിർത്താൻ പറയണം. കാര്യം ആർക്കും ഒന്ന് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ കണ്ടിന്യൂറ്റിയോടുകൂടി നിൽക്കുകയാണെങ്കിൽ നോബഡി ക്യാൻ ഹർട്ടസ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്മയുടെ ശക്തികൾക്ക് ഒരിക്കലും നമ്മളെ തൊടാൻ പറ്റത്തില്ല. തിന്മയുടെ ശക്തികളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് ഒരു വിഷയം തിന്മയാകുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന എല്ലാം നമ്മുടെ തിന്മയായിരിക്കും. അങ്ങനെയുള്ളൂ. നന്മ തിന്മകളെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഒരു പഴം കഴിക്കണതും കഴിക്കാത്തതുമായിട്ടാണ്. പക്ഷേ നിങ്ങളോർക്കും പഴം കഴിക്കണമെന്നല്ല പ്രശ്നം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതും അനുസരിക്കാത്തതുമാണ് നന്മയും തിന്മയുമായിട്ട് പഴയ നിയമത്തിൽ വരേണ്ടത്. അതിൽ പഴത്തിൻ്റെ ഫിഗറേറ്റീവിൽ അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ജിസ്റ്റ് എന്താണ്? ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പന അവർ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. അതാണ് നന്മയും തിന്മയും എന്ന് പറയുന്നത്. നന്മ തിന്മകളുടെ വൃക്ഷം. അപ്പം നന്മ തിന്മയെന്ന് പഴയ നിയമത്തിൽ പറയുന്നത് വചനം തന്നെയാണ്. വചനം അനുസരിക്കുന്നത് സ്വീകരിക്കുന്നത് നന്മയും വചനം തിരസ്കരിക്കുന്നത് തിന്മയുമാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ വചനം മാംസമായ ഈശോയാണ് നന്മ തിന്മയുടെ അടിസ്ഥാനം. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈശോനെ സ്വീകരിക്കുകയോ, ഈശോയാണ് ജീവൻ്റെ ബലമെന്ന് പറയണത്, ഈശോനെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നതാണ് നന്മ തിന്മകളുടെ മാനദണ്ഡമെന്ന് പറയണത്. അപ്പം തിന്മകൾ നമ്മുടെ ഉള്ളിലേക്ക് വരണ ഒരു സമയമെന്ന് പറയുമ്പോൾ അതിനെ ഇൻടൈറ്റ് ചെയ്ത് കളയണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണത്? ജനങ്ങളെല്ലാം ഒന്നൊരു വായിച്ച വചനം, എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. അപ്പം അതാണ് വിഷയം. അവനെ വിട്ടുപോകാതെ നിന്നു. അതാണ് വിഷയം. നമ്മുടെ വിഷയം നമ്മൾക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥനയുടെ കാര്യം നടന്നില്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആൾക്കാർ ദൈവത്തിൽ നിന്ന് കൂടെ നിൽക്കണതും വിട്ടുപോണതും. വിഷയാധിഷ്ഠിതമാണ് റിലേഷൻസ്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്, ഇപ്പോൾ ഈ കൂട്ടായ്മ തന്നെ നോക്കിയോ, ഇതിൻ്റെ അകത്ത് ഒരു 40% നോൺ കാത്തലിക്സാണ്, നോൺ ക്രിസ്ത്യൻസും ഉണ്ട്. എനിക്ക് നോൺ ക്രിസ്ത്യൻസിനോട് യാതൊരു വിശ്വാസവും ഇല്ല. എന്താ കാര്യം? നിങ്ങൾക്ക് ക്രിസ്തുവിനെ അറിയത്തില്ല. ആ അനുഗ്രഹം, നിങ്ങൾ പറയുന്ന അനുഗ്രഹം നിങ്ങൾ പറയുന്ന സമയത്തുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോകും. ഒരു സംശയമില്ലല്ലോ കാര്യത്തിൽ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ക്യാഷ് ആൻഡ് കൈൻ്റെ ഒരു ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് എപ്പോഴും വചനം പറയുന്നൊരു വിഷയം എന്താണ്? നിങ്ങൾ 15:26 എടുത്ത് 1 കൊരിന്ത്യസിന്റെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അപ്പൊ ഈ ജീവിതത്തിന് വേണ്ടിയുള്ള വീട്, ജോലി, വിവാഹം, ജപ്തി നടപടി മാറുക, പിന്നെ അങ്ങനെയുള്ള ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മനുഷ്യരെക്കാളും, അത് ഉടമ്പടി എടുക്കാത്ത ആൾക്കാരെക്കാളും
ക്രിസ്തുവിനെ അറിയാത്ത ആൾക്കാരെക്കാളും നിങ്ങൾ ഹതഭാഗ്യരാണെന്നാണ്. അപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവുമായിട്ടുള്ള വഴിയാത്രയിൽ അനുഭവിക്കുന്നൊരു അനുഭവമുണ്ട്, പിന്നീട് വരുന്നൊരനുഭവമുണ്ട്. ഇപ്പോൾ ഉള്ളത് അറിവാണ്, പിന്നീട് വരുന്നത് എന്താണ്? ജ്ഞാനമായിരിക്കും. ഈ ജ്ഞാനം വരുന്ന അത്രയും കാലം നമ്മളെ തീഷ്ണതയിൽ പുരോഗമിക്കേണ്ടി വരും. നമുക്ക് ആദ്യം കിട്ടുന്ന അറിവാണ്. ഇപ്പം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, അല്ലേ? അപ്പം അതിൻ്റെ അകത്ത് ഒരു അറിവുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അതിൻ്റെ അകത്തൊരു ജ്ഞാനമുണ്ട്. എന്താ കാര്യം? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യോഹന്നാൻ 14:18. യോഹന്നാൻ 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പറഞ്ഞേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊരു അറിവുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സന്ധിക്കാതെ ഇരിക്കുകയില്ല എന്നായി പറയണത്. ഞാൻ നിങ്ങളെ സന്ധിക്കാതെ ഇരിക്കുകയില്ല. അത് കാരണം ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ അവരെ വെറുങ്കയ്യോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വീഴും. ഈ വചനങ്ങളെല്ലാം കൂട്ടി വായിക്കേണ്ടതാണ്. ഒരു ഈശോയുടെ മൈൻഡ് സെറ്റ് അതാണ്. ഞാൻ നിങ്ങളെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വിട്ട. ഇതെവിടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുവചനങ്ങൾ. മർക്കോസ് 8:2. ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ഈ വിഷയം ഈശോ അഡ്രസ് ചെയ്യും, തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യും. അതായത് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്തൊക്കെ വരുന്നുണ്ട് അതിനകത്ത്? അവരെ ജോലി വരുന്നുണ്ടായിരുന്നു, ഇല്ലേ? ജോലി വരുന്നില്ലേ? നിങ്ങളുടെ IELTS നിങ്ങളുടെ OET എല്ലാം അതിൻ്റെ അത് വരുന്നുണ്ട്. എന്താ കാര്യം? ജോലി ഇല്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ല. പൈസ ഇല്ലെങ്കിൽ ഭക്ഷണം മാത്രമല്ല പല കാര്യങ്ങളും ഉണ്ടാകാതിരിക്കും. അതാണ് വെറും കൈയോടെ. അതാണ് ഞാൻ വെറും കൈ. ആ വചനം ഒന്നിട്ട് വായിച്ച്. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. വഴിയിൽ തളർന്നു വീഴും. ഇപ്പം ഒരു കാര്യം സത്യമാണ്, വഴിയിൽ തളർന്നു വീഴാത്ത നടപടിക്രമങ്ങൾ അത് എമർജൻസി നമ്മളെ ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് കിട്ടും. ഉടമ്പടിയിൽ അത് നടന്നു, ഫസ്റ്റ് എയ്ഡ് കിട്ടിയിരിക്കും. പക്ഷെ നിങ്ങൾ പല ആൾക്കാരും ഫസ്റ്റ് എയ്ഡിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ക്രിസ്തുവിലെ നങ്കൂരം ഉറപ്പിക്കുന്നത്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ചത്, നിങ്ങൾ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്, ജോലിക്ക് വേണ്ടി മാത്രമാണ്, വിവാഹം ഒക്കാൻ വേണ്ടി മാത്രമാണ്, വീടിന് ലോൺ പാസ്സാകാൻ വേണ്ടി മാത്രമാണ്, രോഗം സുഖപ്പെടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ. അതാണ് യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ വിഷയം മാറും. വേറെ ആരിലും പ്രത്യാശ വയ്ക്കണവരല്ല യേശുക്രിസ്തു പ്രത്യാശയിക്കുന്നവർ. അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ ഈ ജീവിതത്തിന് വേണ്ടി ഓരോരോ ദൈവസങ്കല്പങ്ങളിൽ പ്രത്യാശ അർപ്പിച്ച മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തു പ്രത്യാശ അർപ്പിക്കുന്നവരെ എന്ത് ചെയ്യണം? അതിൻ്റെ സെക്കൻഡ് ഓപ്ഷനിൽ എന്ത് ചെയ്യണം? നിത്യതയ്ക്ക് വേണ്ടി യേശുവിൽ പ്രത്യാശ അർപ്പിക്കണം. ഓർത്ത് ശരിയല്ലേ? മനസ്സിലായില്ലേ?
അപ്പോൾ എപ്പോഴും ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിന് എപ്പോഴും വിഷയമെന്ന് പറയണത് രണ്ട് കാര്യങ്ങൾ. ഈശോ ലോകത്തിലെ കാര്യങ്ങൾ രണ്ടായിട്ട് ഈശോ തിരിക്കും. ഈ ജീവിതത്തിന് വേണ്ടിയുള്ളതും നിത്യജീവിതത്തിന് വേണ്ടിയുള്ളതും. അതിന് ഈശോ പറഞ്ഞത് എന്താണ്? പിതാവിൻ്റെ കാര്യമെന്ന് പറയും, പിന്നെന്ത് പറയും? മാനുഷിക കാര്യങ്ങളെന്ന് പറയും. കാര്യങ്ങൾ ഉണ്ട് ഈശോയ്ക്ക്, പക്ഷേ രണ്ടായിട്ട് തിരിക്കും. അമ്മയോട് അമ്മയോട് ഈശോ എന്താ പറയണത്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം. ലൂക്ക 2:49. ലൂക്കാ സുവിശേഷം 2:49. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഔഷപിതാവിനും ഒരു സെക്കൻഡ് നോളജ് ഉണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. ഫസ്റ്റ് നോളജ് അമ്മയ്ക്കാണ്. കാര്യം മംഗളവാർത്ത കിട്ടിയ അമ്മയ്ക്കാണല്ലോ. മംഗളവാർത്ത കിട്ടിയത് പിതാവിൻ്റെ കാര്യം ആരാണ് പറഞ്ഞത്? ആദ്യം അമ്മയോടല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിവില്ലേ എന്ന് ചോദിക്കണത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവരാണ്, നിങ്ങൾക്ക് അറിവില്ലേ? അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള അറിവിൽ ഒരറിവ് എന്താണ്? ബേസിക് അറിവ് എന്താണ്? ഈ അന്വേഷിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്ന് വെച്ചാൽ, എന്തിനാണ് എന്നെ അന്വേഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ അന്വേഷിക്കണത് എന്തിനായിരിക്കണം എന്നാണ് ഈശോ പറയണത്. പറഞ്ഞ മനസ്സിലായ? എന്നെ അന്വേഷിക്കണത് എന്തിന് ആയിരിക്കണം? എന്തിനാണ് അന്വേഷിക്കേണ്ടത്? പിതാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എന്നെപ്പോലെ വ്യാപൃതനാകാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത്. ഓക്കെ അല്ലേ? മനസ്സിലായ? വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്തിനു വേണ്ടി എന്നെ അന്വേഷിക്കണം? എന്തിനു വേണ്ടി അന്വേഷിക്കണം? എന്നെപ്പോലെ നിങ്ങളും പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതയാകാൻ വേണ്ടിയാണ് എന്നെ അന്വേഷിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഒരു വിഷയം എന്ന് പറയണത്, വേറെ അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം ആൾക്കാർ വട്ടിയും കൊട്ടയും എടുത്ത് പഴയ ഓർമ്മയ്ക്ക് ഈശോൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പം വർദ്ധിപ്പിച്ച ഒരു ദിവസം സന്ധ്യക്കായിരുന്നു, വൈകുന്നേരം ആയപ്പോഴാണ്. കുറേ ആൾക്കാർ ഭക്ഷണം കഴിച്ച് കുറേ ആൾക്കാർ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ട് രാത്രി അവർ സപ്പറെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, നാളെ അവൻ രാവിലെ അപ്പം വർദ്ധിപ്പിക്കും, അതുകൊണ്ട് നമുക്ക് വെളുപ്പിന് കിട്ടണ വണ്ടിക്ക് പോയേക്കാന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയും പിടിച്ചിട്ട് ആൾക്കാർ വന്നിരിക്കുകയും. അപ്പോഴേ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കണതെന്ന് എനിക്ക് അറിയാം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് എനിക്കറിയാം. അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. കരങ്ങൾ വീശി ആരാധന ആരാധന യേശുവേ ആരാധന. സ്നേഹമേ ആരാധന 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 സ്നേഹമേ ആരാധന ആരാധന.
യോഹന്നാന്റെ സുവിശേഷം 6:26. യോഹന്നാൻ 6:26. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പൊ ഈശ്വരനെ അന്വേഷിക്കുന്ന ആൾക്കാരെ രണ്ട് തരത്തിൽ തിരിക്കാൻ പറ്റും. എന്താണ്? ഒന്ന്, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട് അടയാളം. അപ്പം അവിടുത്തെ അടയാളം എന്ന് പറയുന്നത് അപ്പം ഭക്ഷിക്കുന്നതല്ല, ഈശോ ദൈവരാജ്യത്തിൻ്റെ അടയാളം എന്ന രീതിയിലാണ്, നിത്യതയുടെ അടയാളമാണ്. ഈശോ കാണിക്കുന്ന അത്ഭുതങ്ങളെല്ലാം നിത്യതയുടെ മുന്നാസ്വാദനങ്ങളാണ്. അതുകൊണ്ടാണ് പറയണത്, പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെ അല്ല ഈ അപ്പമെന്ന്. ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കുമെന്നാണ്. അത് ഏതപ്പത്തെക്കുറിച്ചാണ് പറയണത്? കർത്താവ് ഭാഗിച്ചു കൊടുത്ത അത്ഭുതത്തിൻ്റെ അപ്പത്തെക്കുറിച്ചല്ല പറയണത്, കർത്താവിൻ്റെ ശരീരം തന്നെയായ പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പറയണത്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പോൾ അതാണ് വിഷയം. അതിൻ്റെ അടയാളമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അതിൻ്റെ നിത്യത ജീവൻ്റെ അടയാളമായിട്ടാണ്, അതാണ് അതിൻ്റെ അടയാളം. അതുകൊണ്ട് ഈശോ പറയേണ്ടത് അടയാളങ്ങൾ, നിത്യജീവൻ്റെ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, ഇന്നലെ അപ്പം ഭക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത്. അപ്പം അത്ഭുതങ്ങൾക്ക് പുറകെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി വീട്, ജോലി, വിവാഹം, കിണറിലെ വെള്ളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു പട്ടിക ഉണ്ടാക്കി ഈശോൻ്റെ കൂടെ പോയാൽ അധിക കാലം പോകാൻ പറ്റത്തില്ല. അതാണ് വിഷയം. കർത്താവ് പറയും, പുറകിൽ പോകാൻ പറയും, മുമ്പിൽ കയറി നിൽക്കണ്ട, പുറകിൽ പോകാൻ പറയും. നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്. 10 ദിവസത്തോട് പറഞ്ഞില്ലേ, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. മത്തായി 16:23. മത്തായി 16:23. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എന്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഇത് വിഷയമായത് അടിക്കടി അനുഭവങ്ങളും അതിശയങ്ങളും മാത്രം ലാക്കാക്കിക്കൊണ്ട് യേശുവിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ 10 ദിവസം വിളിച്ച വിളി നിന്നെയും വിളിക്കും. ചെകുത്താനെ വണ്ടി വിട്ടേക്കാൻ പറയും. അതാ വിഷയം. നിസ്സാരമല്ല വിഷയം. നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് ക്രിസ്തു ആരാണെന്ന് നമ്മൾ അറിയേണ്ടി വരും. നമ്മൾ പട്ടി ചാകണ പോലെ ചാകാതിരിക്കാൻ വേണ്ടിയാണ് അവൻ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് നമ്മുടെ വില കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള വരം നൽകിയെന്ന് പറയും, അവൻ്റെ നാമത്തെ വിശ്വസിക്കുമ്പോൾ. അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത്? നിത്യജീവനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ബുദ്ധിയുള്ളവർ ക്രിസ്തുവിനെ അന്വേഷിക്കാൻ. അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുറകിൽ പോകേണ്ടി വരും. സാത്താനെ നീ എനിക്ക് പ്രതിബന്ധമാണെന്ന് പറയും. എന്താണ് സാത്താനെ നീ എനിക്ക് പ്രതിബന്ധമാണെന്ന് പറയും. അപ്പോൾ എന്താ വിഷയം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും 2 കാര്യങ്ങളുണ്ടാവും. എന്താണ്? അമ്മയോട് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപതനാകേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയത്തില്ലേ? ഇപ്പോഴെന്താ 10 ദിവസം പറയണത്? നീ മാനുഷിക കാര്യങ്ങളാണ്
അന്വേഷിക്കണം. അപ്പോൾ ഈശോയ്ക്ക് 2 കാര്യങ്ങളുണ്ട്. നമുക്ക് ഈശോയുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മാനുഷിക കാര്യങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവിക കാര്യങ്ങളും അന്വേഷിക്കണം. അപ്പോൾ അത് ഇതിൻ്റെ അകത്തൊരു താക്കോലാണ്, രഹസ്യമാണത്. ശരിക്കും പറഞ്ഞാൽ ഈ മാനുഷിക കാര്യങ്ങളുടെ കൂടെ തന്നെ നമ്മൾ ക്രിസ്തുവിലൂടെ ദൈവിക കാര്യങ്ങളും അന്വേഷിക്കണം. മരിക്കാതിരിക്കാൻ, നിത്യതയോളം ജീവിക്കാൻ അകപ്പാട് നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ വചനത്തിലും സാക്ഷിയായി ജീവിച്ചുകൊണ്ട് അവൻ നേടിയെടുത്ത അനുഗ്രഹത്തിന് പകരം അവൻ നേടിയെടുത്ത കൃപയുടെ പങ്കാളികളാകാൻ വേണ്ടിയുള്ള ബോധപൂർവമായ സാക്ഷ്യ ശുശ്രൂഷ ചെയ്യണം. സാക്ഷ്യം അവിടെയാണ് വരേണ്ടത്. സാക്ഷ്യ ജീവിതം. സാക്ഷ്യ ജീവിതത്തിലൂടെയാണ് നമ്മൾ വചനം കേൾക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കും. ദൈവം നമ്മോട് സംസാരിക്കും. ഇപ്പം എന്താ വിഷയം എന്ന് പറയണത്? ദൈവത്തിന് 2 തരം നമുക്ക്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നിങ്ങളോട്, അറിവുമുണ്ട്, പിന്നെന്താണ്, ജ്ഞാനവും ഉണ്ട്. അറിവെന്ന് പറഞ്ഞത് എന്താണ്? ഇപ്പോൾ കേൾക്കുന്നത് അനുഗ്രഹത്തിൻ്റെ വഴികൾ, ലളിതമായിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ് അനുഗ്രഹാധിഷ്ഠിത ആധ്യാത്മികത. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. 6 മാസം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അത് ഞാൻ പ്രാർത്ഥിച്ച കൊണ്ട് മാത്രമായിരിക്കത്തില്ല, എൻ്റെ പഴയ സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല മാർക്കാണ്, എൻ്റെ മാർക്ക് കൊണ്ട് കൂടിയായിരിക്കും ചിലപ്പോൾ എനിക്ക് ജോലി കിട്ടിയെന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ അനുഗ്രഹ തൊഴിലാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തേക്ക് ഇവർക്ക് ഈ വിശ്വാസം നിൽക്കത്തുള്ളൂ. അതെപ്പോഴും ഈ അനുഗ്രഹ തൊഴിലാളി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളീ പറയുന്ന സാക്ഷ്യവും അതിൻ്റെ അനുഭവവും കുറച്ച് കഴിയുമ്പോൾ സാത്താൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന് എടുത്തു കളയും. എന്താ കാര്യം? എന്നിട്ട് നിങ്ങൾക്ക് വേറെ കള കൊണ്ടൊന്ന് വിതക്കും. നിങ്ങൾ പറയും, അതിപ്പോൾ അത് ലോൺ കിട്ടുകയല്ലേ, അത് വീട് കിട്ടിയല്ലേ, അത് നാട്ടുകാർക്ക് എല്ലാം കിട്ടിയല്ലോ, അതിപ്പോൾ ഉടമ്പടി എടുത്തുകൊണ്ട് തന്നെ കിട്ടിയാണെന്ന് നിർബന്ധമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കളകൾ വളരാൻ തുടങ്ങും. തെറ്റായ ബോധ്യങ്ങൾ. ഇപ്പം നീ കാലയെ പിടിച്ച് കരഞ്ഞ് കർത്താവേ നീ എന്നെ സഹായിച്ചാലും ഞാൻ ചത്ത് കളയും കെട്ടി ദുഃഖമൊക്കെ പറഞ്ഞുകൊണ്ട് കന്നേ കാളെ നിലവിളിച്ചാണ് ഈ അനുഗ്രഹം ഒപ്പിച്ചെടുത്തതെങ്കിലും 6 മാസം കഴിയുമ്പോൾ നീ നിൻ്റെ തനി നിറം കാണിക്കും. എന്താ കാര്യം? 6 മാസം കഴിയുമ്പോൾ നിൻ്റെ വിശ്വാസം വിട്ടുപോകില്ല. ജനങ്ങൾ മറ്റുള്ളവർ ഉപദ്രവിക്കാതിരുന്നതിൻ്റെ കാരണം എന്താ? 12:48 എന്താ പറയണത്? കളകൾ വിതക്കപ്പെടാൻ വേണ്ടി ശത്രു കയറാതിരുന്നതിൻ്റെ കാര്യം എന്താണ്? കർത്താവിനെ വിട്ടുപിരിയാതെ നിന്നുകൊണ്ടാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ കർത്താവിനെ വിട്ടുപിരിയുമല്ലോ. കർത്താവിനെ വിട്ടുപിരിയാനുള്ള കുഴപ്പമെന്നറിയാമോ? നിസ്സാര കാര്യം. കർത്താവിനെ കൂടെ നിർത്തണമെങ്കിൽ ഒരു 9 കാര്യം വേണം. കർത്താവിനെ വിട്ടുപിരിയണമെങ്കിൽ ഒരു കാര്യം മതി. ഇപ്പം നിങ്ങളൊരുത്തനോട് 2-3 ലക്ഷം രൂപ വസ്തു വിൽക്കുമ്പോൾ തരാം എന്നും പറഞ്ഞുകൊണ്ട് മകളെ കെട്ടിക്കാൻ വേണ്ടി മേടിച്ചു. എന്നിട്ട് വസ്തു നിങ്ങളുടെ അയൽവാസിന് മേടിച്ചതാണ്. എന്താ പറഞ്ഞിരിക്കണത്? മകളുടെ കല്യാണമാണ്, മനസ്സമ്മതം കഴിഞ്ഞപ്പോൾ നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാരുടെ കാര്യം കാശ് തന്നില്ല, അതുകൊണ്ട് എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങുമെന്ന് പറഞ്ഞാൽ മേടിച്ചിരിക്കണ പൈസ മേടിക്കണേ. പിന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ പറയും. ഞാൻ കറണ്ട് കമ്പിയെ പിടിക്കും, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറയും. അത് നിലയം വിളിച്ചൊക്കെ നമ്മൾ ഓട്ടോറിക്ഷ ഗിയർ ചേഞ്ച് ചെയ്യണ പോലെ 2nd ഗിയർ 3rd ഗിയർ എന്നൊക്കെ പറഞ്ഞ് നിലയം വിളിച്ച് കാശ് പിടിക്കും നമ്മൾ. അത് പ്രൊഫഷണൽ കരച്ചിലുകാരുണ്ട്, അവർ കാശ് വാങ്ങിക്കും. കാശ് വാങ്ങിച്ചിട്ട് തട്ടിപ്പുകാരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വസ്തു വിൽക്കുമ്പോൾ തരാമെന്നാണ് പറഞ്ഞിരിക്കണത്. ഇനി ഇവരെന്താ വിഷയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തു വിൽക്കുന്ന സമയത്ത് ഇവർ പറയും ഞാനൊന്ന് മകളെ കാണാൻ പോകണമെന്നും പറഞ്ഞ് പോകും. മകളുടെ വീട്ടിൽ പോകും. ശരിക്കും പറഞ്ഞാൽ മകളെ കാണാൻ പോണതല്ല, അന്ന് രജിസ്റ്റർ കച്ചേരിയിൽ വസ്തു വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ നാട്ടുകാർ ചോദിക്കത്തില്ലേ നിങ്ങളെവിടെ പോണ്? അപ്പോൾ വസ്തു വിൽക്കാൻ പോകണം. ആ വസ്തു വിറ്റില്ല, അപ്പോൾ എൻ്റെ കാശ് കിട്ടുമല്ലേ. അവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെന്താ പറയണത്? തലേ ദിവസം എഴുന്നേറ്റും പറയും ഞാൻ എൻ്റെ മകളെ കാണാൻ പോകുമ്പോൾ മകളുടെ വീട്ടിൽ പോയി നിൽക്കും. ഇതിൽ അവിടുന്ന് രജിസ്റ്റർ കച്ചേരി വരും. അപ്പോൾ നിങ്ങളെന്താ ഉദ്ദേശിച്ചിരിക്കണത്? കാശ് കിട്ടുമ്പോൾ ഇവർക്ക് കൊടുക്കരുത്, താമസിക്കണം. അത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വേണമെങ്കിൽ 2 സെൻറ്റ് സ്ഥലം 5 സെൻറ്റ് സ്ഥലം വീടിൻ്റെ അടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് അത് വാങ്ങിക്കണം തൽക്കാലം. അവളെ നമുക്ക് ചെറുവരലെ നിർത്താം. ഈ ഒറ്റ കാര്യം മതി ക്രിസ്തു വിട്ടുപോകാൻ. ഈശോനെ കൂടെ നിർത്താൻ നമുക്ക് 9 കാര്യം ചെയ്തേണ്ടി വരും. പക്ഷേ ഈശോ വിട്ടുപോകാൻ വേണ്ടി ഈ ഒരൊറ്റ തരികിട പരിപാടി കാണിച്ചാൽ മതി, വിട്ടുപോയിക്കൊള്ളൂ. കാര്യം ഈ അനുഗ്രഹ തൊഴിലാളിയുടെ പ്രശ്നമെന്ന് പറയണത് അവൻ ഈശോ ഒരിക്കലും പ്രശ്നമല്ല, ഈശോനെ കൂടെ നിർത്തുന്ന ഒരു പ്രശ്നമല്ല. നമ്മുടെ കള്ളിൽ
വള്ളക്കള്ളി വെള്ളം കയറാതിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡേറ്റി ഫെല്ലോസാണ് ഈ അനുഗ്രഹ തൊഴിലാളികൾ എന്ന് പറയുന്നത്. അവനൊരു വിഷയം വന്നാൽ സുവിശേഷത്തെ നിരക്കാത്തൊരു തീരുമാനം എടുക്കും. ചതിവ്, വഞ്ചന, പറ്റിപ്പ്, മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടുക, ഇങ്ങനെയുള്ള അഭ്യാസം കാണിക്കും. അതോടുകൂടി അവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. കാര്യം എന്താ വെച്ചാൽ ഈശോ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ദൈവസങ്കല്പങ്ങളും ഈശോയും തമ്മിൽ വ്യത്യാസം അതാണ്. എന്താ? നിങ്ങൾക്ക് ആരിൽ എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? അതാണ് വിഷയം. അപ്പം ആ ഒരു ഒറ്റ ചോദ്യം കൊണ്ട് മനുഷ്യരാശി ഒതുങ്ങിപ്പോയതാണ്. കൈ ചൂണ്ടാൻ പറ്റത്തില്ല കർത്താവിൻ്റെ നേരെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൽ നിരക്കാത്തൊരു തീരുമാനം വെച്ചുകൊണ്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിന് നിക്കക്കളി ഉണ്ടാകാതിരിക്കും, വിട്ടുപോകും. അപ്പം നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ? എന്ത് വില കൊടുത്തും കർത്താവിനെ കൂടെ നിർത്തുകയാണ്. അതെങ്ങനെ കൂടെ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആ റിലേഷൻ അനുഗ്രഹം ബേസ്ഡ് ആകാതെ റിലേഷൻ കണ്ടിന്യൂ ചെയ്യണം. റിലേഷൻ കണ്ടിന്യൂ ചെയ്തിട്ടാണ് അത് അങ്ങനെ വരുമ്പോൾ നഷ്ടങ്ങളെല്ലാം നിത്യതയ്ക്കുള്ള മുതലോഹരി വരുമാനം തിരിച്ചടച്ചുകൊണ്ടിരിക്കും നമ്മൾ. നിത്യത ഒരിക്കലും നിങ്ങൾക്കത് സൗജന്യ ദാനമാണെന്ന് ഞാൻ പറയത്തില്ല. സൗജന്യ ദാനമാണെന്ന് ഞാൻ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ രക്ഷാ നടപടി സൗജന്യമാണ്, കർത്താവ് ഏകപക്ഷീയമായി ചെയ്ത കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഈ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു പാപത്തിൻ്റെ പരിഹാരം ചെയ്തു. ഇപ്പം ഗവൺമെൻറ് അവർ എടുത്ത ലോണുകളെല്ലാം ഗവൺമെൻറ് നിങ്ങൾ വസ്തുവിനും വിദ്യാഭ്യാസത്തിനും എടുത്ത ലോണെല്ലാം ഗവൺമെൻറ് എഴുതി തള്ളിയെന്ന് പറഞ്ഞ് ക്യാബിനറ്റ് തീരുമാനം ഉണ്ടാകും. ക്യാബിനറ്റ് തീരുമാനമുണ്ട്. എന്താണ്? ഗവൺമെൻറ് തിരിച്ചടച്ചോളാം, ബാങ്കിൽ നിങ്ങളെടുത്ത കാശ് ഗവൺമെൻറ് അടച്ചോളാം എന്നും പറഞ്ഞ് ക്യാബിനറ്റ് തീരുമാനം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പറയും ഹാപ്പി ആവും. കാര്യം എന്താണ്? നമ്മൾ കൊടുക്കാനുള്ളത് ഗവൺമെൻറ് കൊടുത്തല്ലോ. ഉടനെ പാസ്ബുക്ക് എടുത്തുകൊണ്ട് ബാങ്കിൽ ചെന്നാൽ കിട്ടുമോ? അത് കിട്ടത്തില്ല. അവർ വരെ ഗവൺമെൻറ് തീരുമാനം എടുത്തതേ ഉള്ളൂ, അടച്ചിട്ടില്ലെന്ന് പറയും. അവരുടെ പ്രോസസ്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരണം. യേശു നേടിയെടുത്ത രക്ഷ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. കാര്യം എന്താണ്? ഞാൻ യേശുവിൻ്റെ രക്ഷയിൽ നേടിയെടുത്ത രക്ഷയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണം. ഇപ്പം കത്തോലിക്ക വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ചുമ്മാ കയറി വിശ്വസിച്ചിട്ട് വല്ലപാട് 5 പെണ്ണുങ്ങളെയും വെച്ച് ജീവിച്ചാതൊന്നും പരിപാടി നടക്കത്തില്ല. അതെന്താ കാര്യം? അവൻ പറയണ പോലെ ചെയ്യണം. അവനെന്താ പറഞ്ഞിരിക്കണത്? ആദ്യം പറഞ്ഞത് എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അതാണ് വിഷയം. ഇതാണ് താക്കോലെന്ന് പറയണത്. യേശു നേടിയെടുത്ത രക്ഷ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ആദ്യത്തെ താക്കോൽ എന്താണ്? അനുതാപമാണ്. രണ്ടാമത്തെ കേസ് സുവിശേഷത്തെ വിശ്വസിക്കുകയാണ്. സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം നമ്മൾ ആ എഴുതി വച്ചിരിക്കുന്ന കാര്യമെല്ലാം വിശ്വസിക്കുന്നതല്ല. എൻ്റെ അർത്ഥം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, എനിക്ക് കുടിക്കുവാൻ തന്നു. കുറേ പണിയുണ്ട്. സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് അതാണ് ഉടമ്പടി നിന്ന് കത്താൻ കാര്യം. ലോകത്ത് ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള പ്രാർത്ഥനാ രൂപങ്ങളിലും പ്രവർത്തന രൂപങ്ങളിലും ഏറ്റവും ടോപ്പ് ഉടമ്പടിയാകാൻ കാരണം എന്താണ്? ഇത് കർത്താവ് പറഞ്ഞ വാക്കുകളെ അക്ഷരം പ്രതി ജനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുകയാണ്. അതിനിടയ്ക്ക് എന്ത് ത്യാഗം സഹിച്ചാലും ശരി സഹിച്ചുകൊണ്ട് ദൈവം മനുഷ്യരെ സാക്ഷിയായിട്ട് ജീവിക്കണം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Jesus.
ജീവിതം ധന്യമായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ഈ സത്യവചനം എന്ന് പറയുന്നതിൻ്റെ കാരണം. ആ കാരണം സത്യവചനം, ആ വചനത്തിൻ്റെ സത്യാവസ്ഥ മാത്രമേ സഭ പഠിപ്പിക്കത്തുള്ളൂ. അല്ലാതെ ലൂതറിനെ പോലെ ഫെയ്ത്ത് എലോൺ സഫിക്സ് എന്ന് പറയും. ലൂതർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ലൂതറിന് അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. അയാൾ പൗരോഹിത്യം എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അയാളുടെ അഗ്ലിയായിട്ടുള്ള ജീവിതം കാരണം വിശുദ്ധ പ്രവർത്തികൾ കൂടെ വേണമെന്ന് പറയാൻ അയാൾക്ക് പറ്റത്തില്ല. അതാണ് വിഷയം. അതങ്ങനെ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന അപാജയങ്ങളെല്ലാം സുവിശേഷത്തിന് പുറത്ത് കെട്ടിവെച്ചിട്ട് തങ്ങളുടെ തെറ്റിന് ജാമ്യം എടുക്കാൻ വേണ്ടി നോക്കിയാൽ ജാമ്യം കിട്ടത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ സത്യസന്ധമായിട്ട് പഠിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. അതാണ് സഭയെന്ന് പറയണത്. മനുഷ്യർക്ക് തെറ്റാത്ത രീതിയിൽ വചനങ്ങൾ പങ്കുവെക്കാൻ കഴിയണം. അതിനെന്ത് ചെയ്യണം? സത്യതിരുസഭ ഇവിടെ നിലനിൽക്കണം. സഭകളങ്ങനെ പലതുണ്ട്. ഓരോരുത്തരും വചനം കേട്ടിട്ട് ഓരോരുത്തരെ ഒരു കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ട് നടക്കും. അത് ഗ്രൂപ്പുകളെന്ന് പറയുന്നത് നമ്മളെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണത്. അത് വേറെ ഗ്രൂപ്പൊന്നുമല്ല. ക്രിസ്ത്യൻ ഗ്രൂപ്പുകളൊക്കെ തിരുസഭയല്ല. തിരുസഭയാകണമെന്നുണ്ടെങ്കിൽ സത്യസുവിശേഷം അനാദികാലം വരെ, ആ ചരിത്രാരംഭം മുതൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് വരണം, യാതൊരുവിധ മാറ്റവുമില്ലാതെ. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവികവരം ഊതിക്കത്തിക്കാൻ പൗലോസ് തിമോത്തിയോട് പറഞ്ഞില്ലേ? അപ്പം കൈവപ്പിലൂടെയാണ് ദൈവികവരം, കുദാശവരം കൈമാറി വരണത്. അതിന് ഒരു ക്രൊണോളജിക്കൽ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ഉണ്ടാകണം. ഒരു സഭകൾക്കും, കാത്തലിക് ചർച്ചും അപ്പോസ്തലിക് ചർച്ചുകളും അല്ലാതെ ഒരു സഭയ്ക്കും ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അതൊന്നും സഭകളേ അല്ല. പിന്നെ അവർക്ക് വേണ പേരൊക്കെ വിളിക്കാവേ. അതുകൊണ്ടാണ് നമ്മൾ സത്യസഭകളും ഗ്രൂപ്പുകളും തമ്മിൽ തിരിച്ചറിയണം. അങ്ങനെയാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ചന്ദ്രപിളർന്നതാണേ നിനക്കവർ തന്നതാണേ നോവിനുലയിൽ പ്രിയ പ്രാണനുലങ്ങപ്പോൾ നിൻമുഖം കണ്ടതാണേ നെഞ്ചിലവർ നിന്നെ വഹിച്ചതാണേ നോവിനുലയിൽ പ്രിയ പ്രാണനുലങ്ങപ്പോൾ നിൻമുഖം കണ്ടതാണേ നെഞ്ചിലവർ നിന്നെ വഹിച്ചതാണേ ചന്ദ്രപിളർന്നതാണേ നിനക്കവർ തന്നതാണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം അച്ഛൻ പറഞ്ഞു വന്നത് ഇതാ വെച്ചാൽ ഓരോ വചനത്തിനും രണ്ട് അനുഭവ തലങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് അറിവിൻ്റെ തലം, രണ്ടാമത്തേത് എന്താണ്? ജ്ഞാനത്തിൻ്റെ തലം. കർത്താവുമായിട്ട് റിലേഷൻ ഓൾറെഡി സഡൻ ഒറ്റത്തവണ ഇങ്ങനെ ഉള്ളൊരു റിലേഷൻസ് അല്ല, അത് കണ്ടിന്യൂ റിലേഷനാണ്. ദൈവമായിട്ടൊരു കണ്ടിന്യൂ റിലേഷന് തയ്യാറായ ആയാലാണ് മാത്രമാണ് ഇതെല്ലാം എഫിക്കസ് ആകണത്, നമ്മുടെ വിഷയങ്ങളെല്ലാം. അല്ലാതെ നിങ്ങളൊരു ഇൻസിഡൻറ്റിന് വേണ്ടി തൽക്കാലം ഒരു വിഷയം ഉണ്ടായി, ഞാൻ അതിനെ ഉടമ്പടി എടുത്തു, ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജീവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി. നീതു എന്നും പറഞ്ഞ് ഒരു മോളുടെ സാക്ഷ്യമാണ്. നീതു എൻ്റെ സാക്ഷി ഞാനിപ്പോൾ പറയാൻ കാര്യം, അവൾ എവിടെയോ താമസിക്കുന്നവരാണ്, അയൽവാസികൾ, നോൺ ക്രിസ്ത്യനാ.
അപ്പം നീതു സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അതായത് നീതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭയങ്കര ഈ ക്രിസ്തുവിനെ നമുക്കറിയാവില്ല, ആദ്യ കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളാകുമ്പോൾ കർത്താവ് നമ്മൾ കുഞ്ഞുങ്ങളോടെല്ലാം കുഞ്ഞുങ്ങളെ പാല് തേക്കുമ്പോൾ അമ്മ അമ്മിൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുവാ നീ പോയി ജോലി എടുക്കാൻ പറയുവാ? ഇല്ലല്ല, ഇല്ലേ? അതൊക്കെ അമ്മിൻ്റെ പാലെടുത്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. അതുപോലെ ഫ്രഷ് കമേഴ്സിന് എല്ലാം വലിയ ലേബറൊന്നും കൂടാതെ കർത്താവ് അനുഗ്രഹം തരും. അപ്പം നിങ്ങൾ ഓർക്കരുത്, അതൊരു ബാല്യകാലത്ത് ചെയ്യണ കാര്യങ്ങളാണത്. ബാല്യകാലങ്ങൾ നിങ്ങളെ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു ആദ്യകാലങ്ങളിൽ ദൈവം ചെയ്യുന്ന കുറേ ഇൻസെൻറ്റീവാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 2ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ വന്നിട്ട് അമ്മ ചോറ് വേണമെന്ന് പറയുമ്പോൾ അപ്പൻ ജോലി എടുത്തിട്ടാണ് ചോറുണ്ടാക്കിയത്, നീയും പോയി ജോലി എടുക്കാൻ നമ്മൾ പറയത്തില്ല ഒരിക്കലും. അപ്പോൾ നമുക്ക് ടാക്സ് കുറവായിരിക്കും, കുഞ്ഞുങ്ങൾക്ക് ടാക്സ് കുറവായിരിക്കും, അല്ലേ? മുതിർന്നു വരുമ്പോഴാണ് അവർക്ക് ടാക്സ് വരണത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അക്രൈസ്തവ സഹോദരങ്ങൾ അനുഗ്രഹം കിട്ടിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കരുത് എല്ലാം കൊന്നും ഇങ്ങനെ ആയിരിക്കുമെന്ന് ഓർക്കരുത്. അത് നിങ്ങളോട് ദൈവം കാണിക്കുന്ന ഒരു കാരുണ്യമാണ്. പക്ഷെ നിങ്ങൾ മുതിർന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ ആ വിശ്വാസത്തിൻ്റെ വില കൊടുക്കേണ്ടി വരും. ചില ആൾക്കാർ വിശ്വാസത്തിന് വില കൊടുക്കാൻ തയ്യാറാകും, സത്യസന്ധരാകും. ചില ആൾക്കാർ 4 കാലം വീണ് ഓടുകയും ചെയ്യും. അപ്പോൾ ഓടുന്നവരെ കർത്താവിനറിയാം. പക്ഷേ എന്ത് പ്രശ്നം ഓടേണ്ടെന്നല്ല, അവർക്ക് അത്രയും ആംബിയർ ഉള്ളു. കാരണം വിശ്വാസ ജീവിതം പരിശോധിച്ചാൽ എല്ലാവരും വലിയ രാക്ഷസന്മാരായ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ രാജകുമാരന്മാരായി വന്ന ആൾക്കാരെല്ലാം ഒത്തിരി വില കൊടുത്തവരാണ്. കാര്യം ക്രിസ്തു വില കൊടുത്തതാണ്, അതുകൊണ്ടാണ് ക്രിസ്തു വില കൊടുത്തതാണ്. പക്ഷെ അത് മനസ്സിലാകണമെന്ന് നമുക്കില്ല. നമുക്ക് ഈ അനുഗ്രഹം മാത്രമല്ലേ മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ ആ കൃപയുടെ സെക്ഷൻ വരുമ്പോൾ മാത്രമേ അത് ഈ നമ്മുടെ വചനത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ അറിവിൻ്റെ തലം കഴിഞ്ഞ് ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് വരും. ഈശോയുമായിട്ട് റിലേഷൻസ് ഒരു നീണ്ട റിലേഷൻസാണ്. അപ്പം അതുകൊണ്ട് തന്നെ അറിവിൻ്റെ തലം ആദ്യം കിട്ടും. അറിവ്, അനുഭവം, ബോധ്യം സാക്ഷ്യമായിട്ടൊക്കെ വേണ്ട പെട്ടെന്ന് കിട്ടും. പിന്നീട് ഒരു ജ്ഞാനതലം ഉണ്ടാകും. ജ്ഞാനതലം എന്ന് പറയണത് അത് എല്ലാവർക്കും ഉണ്ടാകത്തില്ല, നമ്മുടെ തീഷ്ണത പോലെ ഇരിക്കും. അറിവിൻ്റെ തലം കഴിഞ്ഞിട്ട് ചില ആൾക്കാർ 30-90 വയസ്സാകുന്ന സമയത്ത് തന്നെ അറിവിൽ തന്നെ കിടക്കത്തുള്ളൂ, ജ്ഞാനതലത്തിലോട്ട് കയറത്തില്ല. കാര്യം അവിടെ അത് ജ്ഞാനത്തിൻ്റെ തലം കൊടുക്കാനുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരത അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ആ അറിവ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം അത് കത്തോലിക്കയുടെ കൂട്ടത്തിലുണ്ട്, എല്ലാ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുണ്ട്. ഈ 70 വയസ്സാകുമ്പോഴും അനുഗ്രഹം മാത്രം ദൈവത്തിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കണവർ. അത് കർത്താവിൻ്റെ നിന്ന് കിട്ടിയില്ലെങ്കിൽ അവർ മാതാവിൻ്റെ അടുത്ത് പോകും. മാതാവിൻ്റെ അടുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അന്തോനിസിൻ്റെ അടുത്ത് പോകും. അന്തോനിസിൻ്റെ അടുത്തും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട്, ഞാൻ പണ്ട് കേട്ട ഒരു വിഷയമാണ്. അന്തോനിസിനൊക്കെ അവരുടെ കയ്യിൽ നിന്ന് മാല മോഷണം പോയി. അപ്പം അത് അന്തോനിസ് പുണ്യാളൻ്റെ അടുത്ത് ഒരു നേർച്ച നേർന്ന്, മാല കിട്ടാൻ നേർന്നതല്ല, ഇവർക്ക് ജോത്സ്യൻ്റെ അടുത്ത് പോകണം, അതാണ് വിഷയം. ജോത്സ്യൻ്റെ അടുത്ത് പോകണം. ഇവർ ചെല്ലുമ്പോൾ ജോത്സ്യൻ അവിടെ ഉണ്ടാകാൻ വേണ്ടി അന്തോനിസ് പുണ്യാളൻ്റെ മുമ്പിൽ ഒരു നേർച്ച നേരും. എങ്ങനെയുണ്ട് പരിപാടി? അവിടെ മാലയാണ് പോയിരിക്കണത്. മാല പോയി അവർ ജോത്സ്യൻ്റെ അടുത്ത് പോവുകയാണ്, എവിടെയാണ് ആരാണ് കട്ടെന്ന് അറിയാൻ വേണ്ടി. ആ ജോത്സ്യൻ അവിടെ ഉണ്ടാകാൻ വേണ്ടി അന്തോനിസിൻ്റെ അടുത്ത് നേർച്ച നടന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പരിപാടി? അപ്പം അതൊരു കാര്യമില്ല. അങ്ങനെ ഓരോ വകുപ്പാണല്ലോ ഇത്. 90 വയസ്സായാലും ബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എപ്പോഴും ദൈവം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പറയും, നിങ്ങൾ വിശ്വസിക്കുന്നതിന് നിങ്ങൾ ടാക്സ് ചെയ്യും. അപ്പോൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരെ കർത്താവ് നൽകുന്ന സഹനത്തെ സന്തോഷം സ്വീകരിച്ചുകൊണ്ട് അപ്പോഴും സാക്ഷിയായിക്കൊണ്ട് മുന്നേറാൻ വേണ്ടി നോക്കുമ്പോൾ ദൈവം മനസ്സിലാകും. ഈശോ പറയും എന്താണ്? ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്ക് അറിയാം. അപ്പം അറിയാൻ പാടില്ലാത്തവരുണ്ടെന്നതിൻ്റെ അർത്ഥം. അപ്പം അറിയാൻ പാടില്ലാത്ത ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ഞാൻ തിരഞ്ഞെടുത്തവർ എനിക്കറിയാം. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചന്ദ്രു പിളർന്നതാണേ ഒരുമിച്ച് പാടുക.
യോഹന്നാൻ 13:18. യോഹന്നാൻ 13:18. ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. പറഞ്ഞേ, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. അപ്പം ഇത് അറിവ് പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ എന്ത് വരും? ഞാൻ തിരഞ്ഞെടുത്തവരെ ഈശോയ്ക്ക് അറിയാം. അതിൻ്റെ ജ്ഞാനം എന്താണ്? ഈശോയ്ക്ക് അറിയാൻ പാലാത്ത ആൾക്കാരും ഉണ്ട്. അതാണ് വിഷയം. 10, 30, 40, 50, 90 കൊല്ലമായിട്ട് ക്രിസ്ത്യാനിയുടെ വിഷം കെട്ടി നടക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താ? പുസ്തകത്തെ പേരില്ല. എന്താണ്? ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അത് അറിവാണ്. ജ്ഞാനം എന്താണ്? കുറേ ആൾക്കാരെ കർത്താവിനെ അറിയത്തില്ലെന്ന് പറയാം. ആരാണ് അറിയാത്തത്? പ്രഭോ ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറയുമ്പോൾ എന്താ പറയണത്? നിങ്ങൾ എവിടെയെന്ന് വന്നതെന്ന് എനിക്ക് പിളർന്നതാണ്. സന്തോഷത്തോടെ, വിശ്വാസത്തോടെ ലൂക്ക 13:25. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്യണത് എന്താണ്? ഞാൻ തിരഞ്ഞെടുത്ത ഇത് പറഞ്ഞതിന് ശേഷമാണ് ഈശോ പറയണത്, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്ക് അറിയാം. അപ്പം ജനങ്ങൾ രണ്ടായിട്ട് തിരികെയാണ് ഇവിടെ വെച്ച്. ഒന്ന് ക്രിസ്തുവിനെ അറിയാവുന്ന ആൾക്കാരുണ്ട്, ക്രിസ്തുവിനെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. ആരാണ് ക്രിസ്തുവിനെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത്? വചനം അധിഷ്ഠിച്ച് അടിസ്ഥാനപ്പെടുത്തി സാക്ഷ്യജീവിതം നയിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ അറിയാൻ പറ്റാത്ത ആൾക്കാരായി മാറും. ഐ ഡോണ്ട് നോ യു എന്തൊരു വാക്കാണ്, എന്ത് കഷ്ടമാണ്. ഒരു മനുഷ്യൻ കേൾക്കാവുന്ന ഏറ്റവും വലിയ ട്രാജിക്കൽ വേർഡാണ് ഐ ഡോണ്ട് നോ യു. എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾ എവിടെ നിന്നാണെന്ന് അറിയില്ല എന്ന് പറയും. അങ്ങനെ ഒരു വെർഡിക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കാഷ്വൽ ഡിസിപ്ലിൻ എടുക്കുന്നത്. എന്താണ്? നമ്മൾ അറിവിന് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയും മാത്രമല്ല, ജ്ഞാനത്തിന് വേണ്ടിയും കൃപയ്ക്ക് വേണ്ടിയുമാണ് കർത്താവിൻ്റെ മുമ്പിൽ സഞ്ചരിക്കണമെന്ന്. അടുത്ത സ്റ്റെപ്പ് അതാണ്. എന്താണ്? ജ്ഞാനവും കൃപയും. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അറിവും
അനുഗ്രഹവും. വചനത്തിൻ്റെ അനുഭവ തലങ്ങളിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അറിവും അനുഗ്രഹവും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് സ്റ്റെപ്പ് എന്താണ്? ജ്ഞാനവും അതുപോലെ തന്നെ കൃപയും. ഈ ജ്ഞാനവും കൃപയും പറഞ്ഞത് എങ്ങനെയാണ്? അത് തീഷ്ണതയിൽ നിന്നാണ് വരണത്. അപ്പം ജ്ഞാനവും കൃപയും ഉണ്ടാകാൻ എന്ത് ചെയ്യണം? തീഷ്ണതയാണ് വേണ്ടത്. അപ്പോൾ ദൈവം ഇങ്ങോട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറയും. അറിവിൻ്റെ അപ്പുറത്ത് ജ്ഞാനം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ദൈവം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:10-11 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ സംഘം പിളർന്നതാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ചന്ദ്രപിളർന്നതാണേ ചന്ദ്രപിളർന്നതാണേ പ്രിയ നെഞ്ചിലവൻ പ്രിയ നിൻമുഖം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാ ചന്ദ്രപിളർന്നതാണേ ചന്ദ്രപിളർന്നതാണേ ജ്ഞാനം 6:10-11 തിരുവചനങ്ങൾ. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ. അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അപ്പം അറിവ് നമ്മൾ കേട്ടാൽ മതി. എന്താ? വിശ്വാസം കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ്. കേട്ടാൽ മതി. വിശ്വാസം കേൾവി എന്നും ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. റോമ 10:17 ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അറിവിൽ നിന്നുമാണ്. അതാണ് വിഷയം. ഇപ്പം അറിവിന് വലിയ വിഷയമില്ല, അത് കേട്ടാൽ മതി. അതാണ് റോമ 10:17. വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി യേശുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അറിവിൽ നിന്നുമാണ്. അറിവിൽ നിന്ന് നമുക്ക് വിശ്വാസം ഉണ്ടാകുകയും വിശ്വാസം നമുക്ക് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും തരികയും ചെയ്യും. പക്ഷേ ഈ ആദ്യത്തെ സെക്ഷനിൽ നിന്ന് ചില ആൾക്കാർ ആദ്യത്തെ സെക്ഷനിലാണ് മരണം വരെ ജീവിക്കുന്നത്. അവർ വിശ്വസിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, അവർക്ക് അനുഭവം കിട്ടുന്നു, ആ അറിവിൻ്റെ തലത്തിൽ നിൽക്കും. ഇനി ഇതിൻ്റെ സെക്കൻഡ് സെക്ഷനുണ്ട്. നമ്മൾ SLC കഴിഞ്ഞാൽ പിന്നെ എന്താ +1 +2 പിന്നെ എന്താ പ്രീ ഡിഗ്രി എന്ന് ഡിഗ്രി, പിന്നെ എന്താണ് മാസ്റ്റർ ബിരുദം, അങ്ങനെ പോകും സംഭവം. അപ്പം ഈ ബിരുദാനന്ദ ബിരുദവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കൃപയുടെ വ്യത്യസ്തങ്ങളായ ജ്ഞാനാനുഭവങ്ങളാക്കാണ് നമ്മൾ പോണത്. ഈ ജ്ഞാനാനുഭവങ്ങൾ വരുമ്പോൾ വിഷയം അവിടെ എന്താ വിഷയം? അവിടുത്തെ വിഷയം എന്ന് പറയണത് ദൈവം നമ്മളെ അറിവിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ വീണ്ടും അറിവുണ്ടാക്കുകയല്ല വേണ്ടത്. ബൈബിൾ മുഴുവൻ കാണാതെ പഠിച്ചു, ബൈബിൾ പല പ്രാവശ്യം പറഞ്ഞു, ബൈബിൾ ക്വിസിന് പങ്കെടുത്തു, സ്റ്റേറ്റിൽ 1ാം റാങ്ക് കിട്ടി. അതൊക്കെ അറിവ് തന്നെയാണ്. ഈ അറിവ് എങ്ങനെ നമുക്ക് ഉള്ള അറിവ് തന്നെ പെരുക്കി എടുക്കാൻ പറ്റും.
പക്ഷെ അറിവ് സെക്കൻഡ് സെഷനിലേക്ക് വരുമ്പോൾ തീഷ്ണതയിലേക്ക് പോകണം. തീഷ്ണതയിലേക്ക് പോണത് എങ്ങനെയാണ്? അറിവ് എങ്ങനെയാണ് ജ്ഞാനത്തിലേക്ക് പോണത്? അതിന് തീഷ്ണതയാണ് നമുക്കുണ്ടാകേണ്ടത്. പീഡിയാണ്. ദൈവം അതാണ് ഉദ്ദേശിക്കുന്നത്. ഉടമ്പടിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഉടമ്പടി ഒരിക്കലും അറിവിൻ്റെയോ അതിശയത്തിൻ്റെയോ പ്രാർത്ഥനാ പദ്ധതിയല്ല, മറിച്ച് തീഷ്ണതയുടെയും ജ്ഞാനത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെ ആന്തരികാത്മാവിലേക്കുള്ള ഒരു ആത്മീയ യാത്രയാണിത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ജ്ഞാനം 6:10 എന്താ വായിച്ചത്? വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ഉടമ്പടിയിൽ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം നീതുവിൻ്റെ സാക്ഷ്യത്തിൽ ഒന്നെന്താ വെച്ചാൽ, നീതുവിൻ്റെ സാക്ഷ്യം വിശുദ്ധമായി. ഇപ്പം നമ്മൾ പത്രം കൊടുക്കുന്നത് തന്നെ വിശുദ്ധമായ ഒരു കാര്യമാണ്. പത്രത്തിൻ്റെ പലതരത്തിലുള്ള സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകും. ഞങ്ങൾ ആൾക്കാർക്ക്, അയ്യോപാപികൾക്കും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലാത്തവർക്കും ആവശ്യമില്ലാതെ വിമർശിക്കാൻ ഇടമുണ്ടാകാതിരിക്കാൻ വേണ്ടി പല എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടാണ്. പത്രത്തിൻ്റെ 10,000 അനുഭവങ്ങൾ നടക്കാറുണ്ട് ആൾക്കാരുടെ ഇടയിൽ. അതിൽ ഒരു നീതു പത്രം കൊടുക്കാൻ എങ്ങനെയാണെന്നറിയാമോ? നീതു പറയണത്, ഞാൻ ഓരോ പത്രം കൊടുക്കും മുമ്പ് ഞാൻ ഉറപ്പ് വരുത്തും എന്താണ്, അവരെ എനിക്ക് പരിചയമില്ലാത്തവരാണ്, ക്രിസ്തുവിന് പരിചയമില്ലാത്തവരാണെന്ന്. അതാണ് വിഷയം. അല്ലാതെ ആർക്കെങ്കിലും